ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സ്നാക്ക് റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഏത് ടൈമിലും വിചാരിച്ചാൽ അപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയതാണ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ ബ്രെഡ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കട്ടായിട്ട് വേണമെങ്കിലും ടോസ്റ്റ് ചെയ്തെടുക്കാം, അല്ല ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ കട്ടായിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇനി അഥവാ ഇത് അങ്ങനെ തന്നെ ടോസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ കട്ട് ചെയ്തെടുത്താലും മതി. അതിപ്പം നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ഒരു ഫ്രൈ പാന് സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുത്താലും മതി. അത് കുറച്ച് ഒഴിച്ചിട്ടാകുമ്പം അതിലേക്ക് ഈ കട്ട് ചെയ്ത ബ്രെഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പകരമോ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇപ്പം മഴക്കാലമല്ലേ, അപ്പം എല്ലാവർക്കും നല്ല വിശപ്പിൽ, ഏത് ടൈമിലും നല്ല വിശപ്പിൽ ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിക്കുമ്പം ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അവർ സ്കൂളെല്ലാം വിട്ട് വരുമ്പോഴേക്ക് അവർക്ക് വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും മതി. പിന്നെ ഒരുപാട് സാധനമൊന്നും വേണ്ട, നമ്മളെ വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ബ്രെഡ് അങ്ങനെ തന്നെ ചിലപ്പോൾ മക്കൾ കഴിക്കൂല. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ വീണ്ടും വീണ്ടും അവരാക്കിത്തരാൻ പറയും. പിന്നെ ഇതാ ഞാൻ ടോസ്റ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാനിതാ കുറച്ചും കൂടി സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു സവാള ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കട്ട് ചെയ്യുന്നതൊന്നും. ഇനി അത് ഞാൻ ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ നേരെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നല്ലോണം ഒന്ന് ആയതിനു ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബ്രെഡ് ഓൾറെഡി ഉപ്പില്ലതാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരു ടേസ്റ്റിന് മാത്രം. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ടേസ്റ്റ് തന്നെ വരും. അപ്പം ചെറിയ കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ആവുമ്പോഴേക്കും നമുക്ക് നേരത്തെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബ്രെഡ് മസാല എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്തവരും ഉണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ആക്കിയത്. അപ്പോൾ ഇതൊന്നായി വരുമ്പോഴേക്കും ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. 3 4 മുട്ട എടുക്കാം. അപ്പോൾ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡില്ലേ, കട്ട് ചെയ്ത് വെച്ച അത് ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. ഇതവിടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഒന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഇപ്പം പെട്ടെന്ന് നമുക്ക് വേറെ ഒന്നും ആക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ വിശപ്പ് മാറുകയും ചെയ്യും, ഇഷ്ടത്തോടെ അങ്ങ് കഴിക്കുകയും ചെയ്യും. അപ്പം ഇതുവരെ മക്കൾക്ക് ഇതുപോലെ ആക്കി കൊടുത്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയൊന്നും വേണ്ട, ഒരു കുഞ്ഞു തക്കാളി മതി. ഇനി അഥവാ നിങ്ങളെ കയ്യിൽ വലിയ തക്കാളിയും അതിൻ്റെ പകുതി കട്ടായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വറ്റൽമുളക് ഇല്ലെങ്കിൽ കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുത്താലും മതി. വറ്റൽമുളക് വേണം നിർബന്ധമൊന്നുമില്ല.
എരിവ് അധികം വേണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഞാനിവിടെ 3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ളതാണെങ്കിൽ ഒരു 2 എടുത്താൽ മതി. ചില കുട്ടികൾ നല്ലോണം എരിവായ കഴിക്കൂല, അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കളറിന് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഓപ്ഷൻ മാത്രമാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ബ്രെഡും മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ആവൂട്ടാ, ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇത് ചൂടോടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ചീസ് ലാസ്റ്റ് ചീസ് ഇട്ട് കൊടുത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ. അപ്പം ഞാൻ ചീസ് ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ യൂസ് ആക്കാം. ചീസ് ഇടുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ചീസ് ഇല്ല, അപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടായത്, അപ്പോൾ ഞാൻ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ടൊമാറ്റോ സോസും ചീസും ഒന്നും കയ്യിലില്ലെങ്കിലും ഇങ്ങനെ വെറുങ്ങനെ ആക്കിയിട്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മക്കളെല്ലാം പിന്നെ ടൊമാറ്റോ സോസെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അവർ ഇഷ്ടത്തോടെ കഴിക്കലേ. അവർക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് സോസെല്ലാം ഒഴിക്കുമ്പം തന്നെ അവർ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ടാകുമ്പോൾ കമൻറ്റ് ബോക്സിൽ പറയും വേണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കഴിച്ചാലും പൂതി തീരൂല, അങ്ങനത്തെ ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും. അതുവരേക്കും ബായ്.